ഇനി വിരുദ്ധാഹാരം കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ത്വക്ക് രോഗം തന്നെ, കുഷ്ഠമടക്കമുണ്ടാവും. വിരുദ്ധാഹാരം കഴിച്ചാൽ കുഷ്ഠമുണ്ടാവും, സോറിയാസിസ് ഉണ്ടാവും. ആദ്യം ബാധിക്കുന്ന രക്തത്തെയാണ്. ഇപ്പം പറയാം, ചർമ്മരോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്താ? രക്തദൂഷ്യം. അതാദ്യം നിങ്ങളുടെ ചർമ്മത്തെ ബാധിക്കും. സോറിയാസിസ് ഉണ്ടാവാനും ഇന്നൊക്കെ വലിയ കാരണങ്ങൾപ്പെട്ടതാണ്. ഇന്ന് ഈ വിരുദ്ധാഹാരങ്ങൾ കഴിക്കുന്നത് മാതാപിതാക്കൾ പതിവാക്കിയപ്പോൾ കുട്ടികൾക്ക് വരെ ഇന്ന് ചർമ്മരോഗങ്ങളായി. ചർമ്മത്തിൽ വേഗം പടരുന്ന തടിപ്പുകൾ, വീക്കം, കൈവെള്ളയിൽ, കാൽപ്പാദത്തിൽ തടിക്കുക, കനത്ത് തടിക്കുക, പൊട്ടിപ്പൊളിയുക, ചർമ്മത്തിലുണ്ടാകുന്ന വെളുത്ത പാടുകൾ. ഇപ്പൊ വെളുത്ത പാടുകൾ സർവ്വസാധാരണയാണ്. ബാല്യക്കാർക്ക് വരെ വെളുത്ത പാടുകൾ. ഇനി പ്രധാനപ്പെട്ട കാരണം എന്താണ്? വിരുദ്ധാഹാരം സാർവത്രികമാകുക. അങ്ങനെയിരിക്കും. ഇതിൻ്റെ ഒന്നും കൂടി ഒരവസ്ഥ മാറിയാൽ വെള്ളപ്പാണ്ടുണ്ടാവും. പഠിച്ചോ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പം ഇതൊക്കെ ഉണ്ടാകും. ഷണ്ടത്വം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതായത് ബീജത്തിൻ്റെ വീര്യം കുറയുക, അണ്ടത്തിൻ്റെ വീര്യം കുറയുക. വിരുദ്ധാഹാരം, പെണ്ണുങ്ങൾ കഴിക്കുന്ന വിരുദ്ധാഹാരം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കോഴി. ആണിൻ്റെ സ്വഭാവം കൂടി വരികയാണ്. ഇതൊക്കെ വിരുദ്ധാഹാരത്തിന് ആൾക്കാരൻ വരുന്നതാണ്. കൂടുക. അതെ. സർവ്വസാധാരണം. പെൺകുട്ടികളിൽ മീശ കൂടി കാണുന്നു. ആൺകുട്ടികൾക്ക് മുലയുടെ ഭാഗം, ബ്രസ്റ്റിന്റെ ഭാഗം തൂങ്ങുക. എന്താ കാരണം? വിരുദ്ധാഹാരം കഴിക്കുക. എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആണുങ്ങൾക്ക് പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാകുക, പെണ്ണിന് ആണിന്റെ സ്വഭാവം ഉണ്ടാവുക. വിരുദ്ധാഹാരത്തിനാൽ വന്നു തരും. ആണിന് പെണ്ണിന്റെ സ്വഭാവം, പെണ്ണിന് ആണിന്റെ സ്വഭാവമാണ്. ഇപ്പം ഈ പുതിയ കാലത്തെ ഒരു പഠനം എന്താണെന്നറിയോ? പഠനം ഷെയ്ക്ക് ഹാൻഡിൽ പെണ്ണുങ്ങൾക്ക് ശക്തി കൂടുകയും ആണുങ്ങൾക്ക് ശക്തി കുറയുകയും ചെയ്തിട്ടുണ്ട് 1.5 നൂറ്റാണ്ടിനിടയിൽ. വലിയൊരു പഠനം നടന്നത്. ആ പഠനം വലിയൊരു പഠനമാണ്. ഞാൻ പഠനം നോക്കിയിട്ട് പറയാം, വെറുതെ പറയല്ല. അതായത് എനിക്ക് ഇപ്പം ഒരു പുതിയ പഠനമാണ്. ഇതാ ഇപ്പോൾ ഒരു 150 കൊല്ലം മുമ്പ് 2 ആൾ കൈ കൊടുത്താലുണ്ടായിരുന്ന കരുത്ത് ഇന്ന് 2 പുരുഷന്മാർ കൈ കൊടുക്കുമ്പോൾ ഇല്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അതായത് ഷെയ്ക്ക് ഹാൻഡിൽ എന്ത് പറ്റിപ്പോയിട്ടുണ്ട്? പുരുഷന്മാരുടെ കരുത്ത് കുറച്ചു. ഇനി പെണ്ണുങ്ങൾക്ക് കരുത്ത് കൂടിയിട്ടുണ്ട്. പെണ്ണുങ്ങളിൽ ആണത്വം വർദ്ധിച്ചു, പൗരുഷ സ്വഭാവം വന്നു. ഇപ്പൊ ഒരു എന്തെങ്കിലും അഭിപ്രായക്കേടുണ്ടായ ഏറ്റവും കൂടുതൽ വച്ചിട്ട് വർത്തമാനം പറഞ്ഞാരാ? പറയില്ലേ? ആശ്രയണ സ്വഭാവം കൂടി അതാണ് മിണ്ടാതെയായി. ട്രാൻസ്ജെൻഡർ ഇതൊക്കെ കൂടി വരാനുള്ള കാരണം വിരുദ്ധാഹാരാണ്. ഉറപ്പ്. ഇതൊക്കെ കറക്റ്റാണ്. പെണ്ണുങ്ങളിൽ പുരുഷ സ്വഭാവം, പൗരുഷം കൂടി. ഒരു കാര്യം കയർക്കുക, ഒരു സ്ട്രൈക്ക്. പെണ്ണുങ്ങളെ സമരത്തിന് വീര്യമുണ്ട്. പെണ്ണുങ്ങൾക്ക് പൗരുഷ സ്വഭാവം കൂടി. വിരുദ്ധാഹാരാണ് കാരണം. പെണ്ണുങ്ങളിൽ മീശ വർദ്ധിച്ചു. പെൺകുട്ടികളിൽ മീശ ഇഷ്ടം പോലെ. സെക്സിനോട് താല്പര്യമില്ല. അങ്ങനെ ഒന്നും. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ലെസ്ബണിസം, ഗെയിസം ഇത് വർദ്ധിച്ചു. എതിർലിംഗത്തോട് താല്പര്യമില്ല. അതായത് സ്വന്തം ലിംഗത്തോട് താല്പര്യം, പെണ്ണിനോട് താല്പര്യമാണ് ആണെന്നത്. ഇതൊക്കെ കാരണം എന്താ? വിരുദ്ധാഹാരം. അത് അധികരിച്ചു. ഇതൊക്കെ ഭയങ്കര പ്രശ്നം, ചെറുതൊന്നുമല്ല. ഇന്ന് നമ്മൾ ഈ ആഹാരക്രമത്തിൽ വന്ന് ചേർന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര. അതായത് പെണ്ണിനോട് താല്പര്യം, ആണിനോട് താല്പര്യം, എതിർലിംഗത്തോട് താല്പര്യമില്ല. ഒരു പെണ്ണിന് എന്താ വേണ്ടത്? പെണ്ണിന് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല, ഒരു പെണ്ണിനൊപ്പം താമസിക്കുക. ഇഷ്ടം പോലെയാണ്. ഉദാഹരണം പറയാം, വലിയ വലിയ മെട്രോ സിറ്റികളിലൊക്കെ അതിൻ്റെ അളവ് വളരെ കൂടിയിട്ടുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും വന്നു. പെണ്ണ് കിട്ടാനില്ല, കിട്ടാനേ ഇല്ല. ഇപ്പൊ തന്നെ പെണ്ണ് കിട്ടാനില്ല. ഇനി 10-25 കൊല്ലം കഴിഞ്ഞാൽ എന്താന്ന് അല്ലാഹു അഅലം. പെണ്ണ് കിട്ടാൻ ഇപ്പൊ തന്നെ പെണ്ണ് കിട്ടാനില്ല. പിന്നെ പെണ്ണിന് ആണാകാൻ കൊതി.
ആണിന് പെണ്ണാക്കാൻ കൂടി ഗർഭം ധരിച്ച ആണുങ്ങളുണ്ട്. ഇപ്പോൾ ഗർഭം ധരിച്ച ആണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ട് 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 ഗർഭം ധരിച്ച ആണുങ്ങൾ. എങ്ങനെ? ഓൾ നേരത്തെ ആരായിരുന്നു? പെണ്ണായിരുന്നു. ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ വന്നു, സമൂഹത്തിൽ വന്നു. ഈ അവസ്ഥയൊക്കെ വരാനുള്ള കാരണം എന്താ? വിരുദ്ധാഹാരം. ആണുങ്ങൾക്ക് ശക്തി കുറഞ്ഞു, ആണുങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിലപാടില്ലാതെയായി. ഒരു പെണ്ണിൻ്റെ സ്വഭാവം, സ്ത്രീണ സ്വഭാവം ആണുങ്ങൾ അധികരിച്ചു, പൗരുഷ സ്വഭാവം പെണ്ണുങ്ങളും അധികരിച്ചു. പെണ്ണ് 2 വർത്താനാണ് ചൂടായി പറഞ്ഞ ഏത് മൂപ്പനും ഉണ്ടല്ല. ഇപ്പൊ സത്യല്ലേ? എല്ലാവരും വരും ഓളോട് വർത്താനം പറഞ്ഞു, ഓളിപ്പോ ചൂടില്ല, ഓളോട് വർത്താനം കൊണ്ട് കാര്യമില്ല, ഉണ്ടല്ല പെണ്ണല്ലേ. അത് വളരെ പ്രശ്നമാണ്. ഇതൊക്കെ വിരുദ്ധാഹാരത്തിനാൽ വന്നു ചേരുന്ന കാര്യങ്ങളാണ്. ഒക്കെ സ്വഭാവങ്ങൾ മാറി. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ്. അത് ഹലാല് തൊയ്യിബാകണം എന്ന് വരെ ഖുർആൻ ഹദീസ് പറഞ്ഞില്ലേ? ഹലാല് തൊയ്യിബാകണം. കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തൊയ്യിബ. ഹലാലും ആകണം, തൊയ്യിബും ആകണം. ഹലാലായ പോരാ, തൊയ്യിബാകണം. അത് അതിലേക്ക് ചേരണം, അതിനത് പറ്റണം. എന്നാൽ മാത്രമേ, ഇല്ലെങ്കിൽ അതിൻ്റെ ദുസ്വഭാവങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാവും. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രജനന വ്യവസ്ഥയെ വായിച്ചു. സ്ത്രീകളിൽ പുരുഷന്മാരിലൊക്കെ വന്യതയ്ക്ക് വലിയ കാരണങ്ങളുണ്ടായി. ശുക്ലത്തിൻ്റെ വീര്യം കുറഞ്ഞു, അണ്ടത്തിൻ്റെ വ്യത്യാസം, നിലവാരത്തിൽ വ്യത്യാസം വന്നു. അമിതമായ അമിതാഹാര എന്താ പറയുക, വിരുദ്ധാഹാരത്തിൽ വരുന്നതിന് എന്ത് ആണ്? മകോദരം. മകോദരം എന്ന് പറഞ്ഞാൽ പിന്നെ അത് നീര് വയറിൽ കെട്ടിക്കിടക്കുക. ആവശ്യമില്ലാത്ത വയറ്, നീര് കെട്ടിയതാണത്. വയറ് വീർക്കുക. സ്തംഭനം മാത്രമല്ല മോനെ, അത് എന്നും സ്തംഭനം. തൽക്കാലം ആണ് 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 കൂടുതൽ ആണ്. ഇഷ്ടം പോലെ അങ്ങനെയാണ് പണ്ടത്തെ കാലത്തെ ആളുകൾ. കൗസി എന്നാണ് അബൂ ഹനീഫത്തെ നുഅ്മാനത്തെ താരീഖ്. മരിക്കാൻ കാലത്തൊക്കെ ഒരു വലിയ പോലെ വളഞ്ഞുപോയി, വയറ് ഒട്ടിയിട്ട്. കാരണം അത്രയും സൂക്ഷിച്ചേ ഭക്ഷണം കഴിക്കുള്ളൂ, അത്രയും സൂക്ഷിക്കും. അതെ. അപ്പം നോക്കി നിങ്ങൾ, അബൂ ഹനീഫത്തിന് അവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സൂക്ഷ്മത ഇല്ല. വളഞ്ഞ ആളുകളെ ഇല്ല. ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ വളഞ്ഞ ആളുകളെ ഇല്ല, ഒക്കെ പള്ള കൂടിയ ആളുകൾ, ഒക്കെ പള്ളയാണ്. അല്ല, ഞാൻ പറയട്ടെ, പള്ളികളിൽ ഈ അടുത്ത് ഒരു 20-30 കൊല്ലത്തിനിപ്പുറേ പള്ളിയിൽ കസേര വന്നിട്ടുള്ളൂ. നമ്മളെ കുട്ടിക്കാലത്ത് ആദം നബിൻ്റെ കാലം നിസ്കാരമുണ്ട്, പള്ളിയിൽ കസേരല്ല. നിസ്കാരമില്ലാത്ത ഒരു നബി ഇല്ലല്ലോ. ഇപ്പോഴല്ലേ, ഈ അടുത്ത കാലത്താണ് പള്ളിയിൽ. എൻ്റെ കുട്ടിക്കാലത്ത് പള്ളിയിൽ കസേരല്ല. അപ്പം എൻ്റെ പാപ്പ 19 വയസ്സായിട്ടാണ് മരിച്ചത്. ഇരുന്ന് നിസ്കരിച്ച ഒരു അനുഭവം ജീവിതത്തില്ല. ഇല്ല, ഇരുന്ന് നിസ്കരിച്ച അനുഭവം ജീവിതത്തിൽ പാപ്പാക്കില്ല. എൻ്റെ ജീവിതത്തിൽ ആ പാപ്പാനെ അങ്ങനെ കണ്ടിട്ടില്ല. വയറൊക്കെ വളരെ ഒട്ടിയ വയറുമാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഈ വിരുദ്ധാഹാരങ്ങൾ കഴിക്കണതിന് ഒരു ലിമിറ്റും ഇല്ല. അതന്നെ. അപ്പം അതുകൊണ്ട് വീർക്കേണ്ടതല്ലാത്ത വീർക്കുക, ഇതൊക്കെ അതിൻ്റെ ദോഷങ്ങളാണ്. ഗ്യാസ്, അസിഡിറ്റി, വയറുവേദന, ഇത് ആമദോഷം, ആഹാരം ശരിയായി ദഹിക്കാതെ എപ്പോഴും ഒരു ഭാഗം വേസ്റ്റായിട്ട് വയറ്റി കിടക്കും. അതങ്ങനെ കൂടും, അത് വേസ്റ്റിലേക്ക് പോകൂല, കുടലിട കിടക്കും. അതന്നെ. പിന്നെ എന്താ പറയുക, രക്തചംക്രമണ വ്യവസ്ഥയെ വ്യത്യാസപ്പെടുത്തുക, രക്തപിത്തം ഉണ്ടാവുക, ശരീരത്തിലെ അമിതമായ ചൂട് കാരണം മൂക്ക്, മലദ്വാരം, വായു എന്നിവയുടെ രക്തം ഒലിക്കുക. ഇതിപ്പോൾ പല ആളുകൾക്കുണ്ട്. ഭഗന്ധരം, അർഷസ്, ഭഗന്ധരം ഇഷ്ടം പോലെ ചെറുപ്പക്കാർക്കുണ്ട്. അതിനൊക്കെ കാരണം വിരുദ്ധാഹാരമാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന വീക്കം, നാഡീവ്യൂഹങ്ങൾ മനസ്സിനെയും ബാധിക്കുന്ന ഇഷ്ടം പോലെ മൂർച്ച, പെട്ടെന്ന് തലകറങ്ങി വീഴുക, മാനസിക ആശയക്കുഴപ്പം, അതായത്
വിരുദ്ധാഹാരം കഴിക്കുവാൻ പതിവാക്കിയ ആളുകൾക്ക് ഒരു വിഷയത്തിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ ഒരിക്കലും കഴിയില്ല. വിഷാദ രോഗം കൂടുതൽ. ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയുന്ന ആളിപ്പം നമ്മുടെ നാട്ടിലാരും. പണ്ട് അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും തീരുമാനം എടുക്കാൻ നിലപാടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആർക്കാ നിലപാടുള്ളത്? നിലപാടില്ലല്ലോ. ആർക്കാ നിലപാട്? ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരു മതമല്ലേ, നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയല്ലേ. നിലപാടെന്താ? നേരെ എതിർ ആശയക്കാരനോടും നമ്മൾ യോജിക്കും. എന്തുകൊണ്ട്? നമുക്ക് എന്തില്ല? നിലപാടില്ല. ഒന്നിനും നിലപാടില്ല. അപ്പം അതൊക്കെ അതിനാൽ വന്നു ചേരും. തീരുമാനം എടുക്കാൻ കഴിയാതെ വരിക, വിട്ടുമാറാത്ത പനി ഉണ്ടാവുക, തൊണ്ടയിലെന്തോ തടഞ്ഞിരിക്കുന്നത് പോലെ എപ്പോഴും തോന്നും, അർബുദം വരിക, അതായത് ക്യാൻസർ. ഇങ്ങനെ ഇന്ന് നമ്മൾ ഭയപ്പെടുന്ന ഏകദേശ രോഗങ്ങളുടെ എല്ലാം അടിസ്ഥാനം അവസാനിപ്പിക്കാണ് എന്താണ്? വിരുദ്ധാഹാരം. എല്ലാം ഇത് വളരെ വലിയ പ്രശ്നം, ചെറുതല്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ കഴിച്ചില്ലെങ്കിൽ ഒന്നും വരാൻ പോണില്ല, കഴിച്ചില്ലെങ്കിൽ ഒന്നും വരില്ല. അതേ സമയത്ത് കഴിച്ചാൽ ശ്രദ്ധിക്കണം. എന്താ കഴിച്ചത് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു ഉപായം പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഒരു ഉപായമാണ് എന്ത്? കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കുക. വയറ് മുഴുവൻ പുറത്തേക്ക്, വയറിൻ്റെ ഉള്ളിലുള്ളത് ഒഴിവാക്കുക. ഒരു നല്ല ചികിത്സയാണ് എന്ത്? വാട്ടർ ഫാസ്റ്റിംഗ്. അത് എത്ര ദിവസം ഒരാൾക്ക് ചെയ്യാം. അയാൾക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നിർത്തിയാൽ മതി. പിന്നെ പറ്റ ക്ഷീണമ്പോൾ നിർത്തുക. എല്ലാ കാര്യത്തെയും നിങ്ങൾക്ക് കൃത്യമായി കൊണ്ടുവരാൻ കഴിയും. ഉദാഹരണം പറയാം, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ആവശ്യമില്ലാത്ത സാധനം വയറ്റിൽ കയറിയിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയാം. ഉളഹിയത്ത് കാലം നമ്മൾ എന്ത് ചെയ്യും? പറയും. ഉളഹിയത്ത് കാലമാവുന്ന സ്വാഭാവികം എന്ത് ചെയ്യും? ഇറച്ചി കൂടുതൽ കഴിക്കുമല്ലോ. എന്താ 3 ദിവസം വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് 72 മണിക്കൂർ വെള്ളം മാത്രം കുടിക്കുക, ഇളനീര് കുടിക്കുക. വേണമെങ്കിൽ എപ്പോഴെങ്കിലും എന്ത് ചെയ്യുക? രാവിലെയും വൈകുന്നേരം ഓരോ ഗ്ലാസ്. അങ്ങനെയും ചെയ്യാം. ചായയിൽ മധുരം ഇടാതെ, പാല് പാരാതെ, കളർ മാത്രം ചായയുടെ അങ്ങനെ ആക്കാം. ഇളനീര് കഴിക്കാം. ഇളനീരിൻ്റെ മറ്റേ ഇത് കഴിക്കാതെ, അതിൻ്റെ കാമ്പ് കഴിക്കാതെ, ഇളനീര് വെള്ളം മാത്രം. ഇളനീര് അല്ലെങ്കിലും ബോഡിക്ക് ശുദ്ധീകരണം നൽകും മാത്രം. ഒരു ദിവസം 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം ഒക്കെ കഴിക്കാം. നല്ലതാണ്, ബോഡിയെ നല്ലതാണ്. നാച്ചുറൽ സിസ്റ്റം, നാച്ചുറോപ്പത്തിൻ്റെ ഒരു ഭാഗമാണത്. നല്ലതാണ്. വേസ്റ്റ് പൂർണ്ണമായി ബോഡിയിൽ നിന്ന് പോകും. നമ്മളുടെ ഈ ആവശ്യമില്ലാത്ത കൊതി നമ്മൾ നിർത്തണം. അതിന് പ്രധാനപ്പെട്ട കാരണം കൊതിയ. ഒരാളെ തിന്നുന്ന കണ്ടാൽ നമുക്ക് കൊതിയായി. സ്മെല്ല്. ഒരു ദിക്റിൻ്റെ മജ്‌ലിസിലൊന്നും പോകുക തന്നെ ചെയ്യരുത്. ദിക്റിൻ്റെ മജ്‌ലിസ് അവസാനിക്കുമ്പോൾ നല്ല തീറ്റ ഉണ്ടാവും. ഇന്നലെ ഞങ്ങൾ ദിക്റിൻ്റെ മജ്‌ലിസിൽ ഞാനും മൂസക്കുട്ടിയും പങ്കെടുത്തു. അപ്പോൾ ഇവരിന്നെ വെച്ച് നീട്ടുന്നുണ്ട്. ഞാനൊരു നിലക്കവിടെ നിന്ന് ചാടി. എനിക്ക് ആ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വാട്ടർ ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ കഴിച്ചില്ല. കുറച്ച് ഇളനീരിൻ്റെ വെള്ളം കുടിച്ചു പോയെന്ന് ഭയങ്കര സന്തോഷമാണ്. വയറിങ്ങോട്ട് ശുദ്ധിയാക്കുക. 72 മണിക്കൂർ അല്ലെങ്കിൽ 96 മണിക്കൂർ, 4 ദിവസം, 28 × 4 96 മണിക്കൂർ. 96 മണിക്കൂർ വെള്ളം മാത്രം കുടിക്കുക. നേരിയ ഭക്ഷണം കഴിക്കുക. നേരിയത്. ഉദാഹരണം പറയാം. വാട്ടർ ഫാസ്റ്റിങ്ങിന് ശേഷം എന്ത് ചെയ്യാന്നറിയോ? ചെറിയ എന്താ പറയുക, ചെറിയ സാധനങ്ങളൊക്കെ കഴിക്കാം, ചെറുതാക്കിയിട്ട്. ഉദാഹരണം പറയാം, നമ്മൾ ഉണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖം ഉണ്ടാവുമ്പോൾ കഴിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു തെൽബീനൊക്കെ പാകപ്പെടുത്തിയിട്ട് വെള്ളം കൂട്ടുക, എന്നിട്ട് തെൽബീന കഴിക്കുക. ബാർലി നല്ലതാണ്.
ഒരു ദിവസം അങ്ങനെ കഴിക്കുക, ഒരു ദിവസം ഫ്രൂട്ട്സിലേക്ക് വരിക, പിന്നെ വലിയ ആഹാരത്തിലേക്ക് പോയാൽ മതി. അതായത് വാട്ടർ ഫാസ്റ്റിംഗ് കഴിഞ്ഞാലും 2 ദിവസം ശ്രദ്ധിക്കണം. അപ്പോൾ വയറൊക്കെ പൂർണ്ണമായി ലെവലാവും. ഒരു രോഗം കഴിഞ്ഞാൽ, ഇപ്പം ഇന്നത്തെ രോഗത്തിന് നിർബന്ധിച്ച് നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നിന് കൊണ്ടുപോകും. അപ്പോൾ ആശുപത്രിയിൽ ആവശ്യമില്ലാത്ത കെമിക്കൽസ് നിങ്ങളിൽ കയറ്റും. രോഗം മാറി, നിർബന്ധ സാഹചര്യത്തിൽ കുടുംബത്തിന് വഴിപ്പെട്ട് നിങ്ങൾ കുടിക്കേണ്ടി വന്നു. ഇനി 2-3 ദിവസം എന്ത് ചെയ്യുക? വാട്ടർ ഫാസ്റ്റിംഗ് 3-4 ദിവസം 96 മണിക്കൂർ വാട്ടർ ഫാസ്റ്റിംഗ്. വാട്ടർ മാത്രം, വെള്ളം മാത്രം. വെള്ളം തന്നെയല്ല, ആവശ്യം തോന്നിയ കുറച്ച് വെള്ളം കുടിക്കാം. പിന്നെ തേൻ വെള്ളം കുടിക്കാം, അത് പറ്റും. രാവിലെ കുറച്ച് തേൻ വെള്ളം കുടിക്കാം, വൈകുന്നേരം 1 ഗ്ലാസ് തേൻ വെള്ളം, നല്ല തേൻ. വെള്ളം നല്ലതാണ്, എനർജി വളരെ നല്ലതാണ്. മഴക്കാലത്ത് മഴവെള്ളം കുടിക്കുക നല്ലതാണ്. മഴക്കാലത്ത് മഴവെള്ളം കുടിക്കുക, മഴവെള്ളം വളരെ നല്ലത്. മഴയിൽ കുളിക്കുക, മഴ പെയ്യുമ്പോൾ പാടെ ഇറങ്ങിക്കുക, ഇട്ട് കുളിക്കാൻ ഒക്കെ ഭയങ്കര കരുത്തുണ്ടാക്കും. നേരിട്ട് മഴ നന്നായി പെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, നേരിട്ട് ആകാശത്തുനിന്ന് വരുന്ന വെള്ളത്തിലാണ് ഹൈറുള്ളത്, ഏറ്റവും ഹൈറ്. അതായത് മറ്റൊരു ഹൈറില്ല എന്നല്ല, അത് ഏറ്റവും നല്ല മഴ അങ്ങോട്ട് പെയ്യുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിക്കുക, എന്നിട്ട് കുളിക്കാൻ. അവിടുന്ന് കൈ ഇങ്ങനെ നീട്ടുക, തുള്ളിക്കുടം ഒരു കുടം പേമാരി എന്ന് പറയും പോലെ, എന്നിട്ട് അത് കുടിക്കുക നേരെ. അതങ്ങനെ തന്നെ വലിയ കരുത്തുണ്ടാവും, നിൻ്റെ വയറ് ശുദ്ധീകരിക്കും. മനസ്സിലാവേണ്ട പറയുന്നത്, മഴവെള്ളത്തിന് ഭയങ്കര കരുത്താണ്. അപ്പം ഇങ്ങനെ വാട്ടർ ഫാസ്റ്റിംഗ് വളരെ നല്ല കാര്യമാണ്. ഇനി ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ചെയ്യുക, ഒരു 2, 3, 4, 5 ദിവസം ഫ്രൂട്ടേ കഴിക്കൂ, അങ്ങനെ ചെയ്യുക. ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ഒരേ സമയത്ത് ഈ പുളി ഉള്ളതും പുളി ഇല്ലാത്തതും ഒന്നിച്ച് കഴിക്കാതിരിക്കുക. അത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, അത്ര ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ചക്ക തിന്നു അപ്പം തന്നെ മൊസമ്പി കഴിക്കരുത്. എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, ഞാൻ കഴിക്കൂല. ചക്ക എന്നാണെങ്കിൽ ചക്ക എന്നാ. അങ്ങനെ വിരുദ്ധാഹാരങ്ങൾ കഴിക്കരുത്, വിരുദ്ധ ഫ്രൂട്ട്സ്, ചില ആസിഡ് കൂടുതലുണ്ടാവും, അങ്ങനത്തെ കഴിക്കരുത്. അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വന്നാൽ ബോഡി ഒന്ന് കൃത്യമാക്കി കിട്ടും. ഒരളവോളം വേസ്റ്റ് അത് പുറന്തള്ളും, ബോഡി ശുദ്ധിയാവും, രോഗങ്ങൾ മാറും. ഏകദേശം രോഗങ്ങളൊക്കെ ലോകത്ത് അങ്ങനെയല്ലേ എല്ലാ ജീവികൾക്കും മാറണം. അവരൊക്കെ ആശുപത്രി പോണില്ലല്ലോ. അപ്പോൾ ഈ ആശുപത്രിയിലേക്ക് ഓടുക, എന്തുണ്ടാകുമ്പോഴത്തേനും ആശുപത്രിക്ക് ഓടുക, അത് നമ്മളൊരു പുതിയ രീതിയാണ്. ഇപ്പം പിന്നെ അവർ പറഞ്ഞതുപോലെ, അതായത് യൂറോപ്യൻ മെറ്റബോളിസം അനുസരിച്ച് ഉണ്ടാക്കിയ മരുന്നിനെ ഇന്ന് ഏഷ്യക്കാർ ഡിപ്പെൻഡ് ചെയ്തത് സത്യത്തിൽ ഏഷ്യയിൽ വലിയ രോഗങ്ങൾ വരാൻ കാരണം വളരെ വലിയൊരു വാക്കാണ് പറഞ്ഞത്. കഥ നമ്മൾ ഹോമോ സാപ്പിയൻസാണ്, അവർ ഹോമോ റെക്ടസാണ്. അവരുടെ രക്തവും നമ്മുടെ രക്തവും രണ്ടാണ്. അവർക്കനുസരിച്ചാണ് യൂറോപ്യൻ വൈദ്യശാസ്ത്രം വന്നിട്ടുള്ളത്. ആ യൂറോപ്യൻ വൈദ്യശാസ്ത്രത്തെ അപ്പടി വിഴുങ്ങാണ് ഇന്ന് ഏഷ്യൻ വൈദ്യരംഗം മുഴുവൻ ചെയ്യുന്നത്. അത് വലിയ ദോഷങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവും. 1, 2 ഇപ്പം നമ്മൾ ആശുപത്രികൾ തന്നെ ഇപ്പോൾ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളും ഏറ്റെടുത്തു. ഇനി എന്തൊക്കെ ഇവിടെ വരാൻ പോകുന്നത് പറയാൻ കഴിയില്ല. അപ്പം നമ്മൾ നാച്ചുറൽ ഫുഡ്സിലേക്ക് മടങ്ങുക. നെല്ലിനെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അരി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു 10-15 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ, ഒരു 10-15,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 3-4 ആളുകൾക്കുള്ള ആവശ്യമുള്ള നെല്ല് വാങ്ങാൻ കഴിയും. ഇഷ്ടം പോലെ നമ്മുടെ നിലമ്പൂർ വന്നാലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നെല്ലുണ്ടാണ് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പാടത്ത് നിന്ന് നെല്ല് വാങ്ങിപ്പോരുക, എന്നിട്ട് അതിന് പറ്റിയ സ്ഥലത്ത് കുത്തിക്കുക, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുക. എന്നാൽ ഒരളവോളം ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ഈ അരി കഴിക്കരുത്. ഈ അരിയിൽ സ്റ്റാർച്ച് അല്ലാത്ത മിനറൽസ് ഇല്ല, മനസ്സിലായില്ലേ? ഒന്നുമില്ല, ഫൈബേഴ്സ് ഇല്ല, മിനറൽസ് ഇല്ല, വൈറ്റമിൻസ് ഇല്ല, ഒന്നുമില്ലാത്ത കേവലം സ്റ്റാർച്ച് മാത്രമുള്ളതാണ് ഇന്നത്തെ പീടികയിൽ നിന്ന് വാങ്ങുന്ന അരി. ആ അരി നമുക്ക് ദോഷമാണ്. ആ അരി ഷുഗർ കൂട്ടേ ഉള്ളൂ, ഷുഗർ കുറക്കൂല. പിന്നെ രണ്ടാമത്തത് വൈറ്റ് പോയിസൺ, പഞ്ചസാര. ഇത് രണ്ടും ഞങ്ങളോട് പറഞ്ഞു. 1 പഞ്ചസാര ഒഴിവാക്കണം, 2 വൈറ്റ് റൈസ് ഒഴിവാക്കണം. അടുത്ത ക്ലാസ്സിലും ഞാനത് പറയും. വൈറ്റ് റൈസ് ഒഴിവാക്കുന്ന വേണം. സർക്കാർ തന്നെ അതിനൊരു നിയമം കൊണ്ടുവരണം.
സർക്കാരിന് അതിന് കഴിയും. സർക്കാർ, അതായത് ഈ ഷുഗർ ആളുകൾക്ക് കൂടിയിട്ട് എത്ര ആളുകളെ നമ്മുടെ നാട്ടിൽ ഡയാലിസിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരളവോളം ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ ഈ അരിയിൽ വ്യത്യാസപ്പെടുത്തിയാൽ തന്നെ കഴിയും, നമുക്ക് കഴിയും. ആ രൂപത്തിലുള്ള അരി നമ്മൾ ശേഖരിക്കുക. പിന്നെ നമ്മൾ നമ്മുടെ വയലുകളിൽ ഒരളവോളം ഒക്കെ ഇന്ന് വയലുകളുണ്ട്. ആ വയലുകളിൽ നമ്മൾ നല്ല കൃഷിയെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുക, നല്ല നെല്ലുണ്ടാക്കുക. ഞങ്ങൾ സ്ഥിരമായി നെല്ലുണ്ടാക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ മൂത്തേടത്താണെങ്കിൽ ഇവിടെയാണെങ്കിലും ഞങ്ങൾ കഴിക്കുന്ന അരി, പ്രത്യേകിച്ച് ഞാൻ കഴിക്കുന്ന അരിയൊക്കെ എൻ്റെ പാടത്തുണ്ടായതാണ്. എൻ്റെ പാടത്തുണ്ടായ അരിയാണ് ഞാൻ കഴിക്കുക, റബ്ബിൻ്റെ സഹായം കൊണ്ട്. വാങ്ങേണ്ടി വരാറില്ല. ആ കുട്ടികൾക്കും അതുണ്ടാവും, പക്ഷെ അവർക്കത് ഇഷ്ടമല്ല. അവർക്ക് മറ്റേ അരി ഇഷ്ടമുള്ളൂ. അത് ദോഷം ഉണ്ടാക്കും. ഇപ്പം പറഞ്ഞിട്ട് ഇപ്പം ആരോഗ്യമുണ്ട്, ഇപ്പം 10-20 വയസ്സായിട്ടുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്യാദി കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ബാക്കി ഇൻഷാ അല്ലാഹ് കർക്കിടക കഞ്ഞിയെക്കുറിച്ച് ഞാൻ ഇന്നിപ്പോൾ ഇടവം കഴിഞ്ഞു, മിഥുനം കർക്കിടം, മിഥുനത്തിൻ്റെ പകുതിയായ ഞാൻ കർക്കിടക കഞ്ഞിയെപ്പറ്റി പറയും ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അതിനടുത്ത ക്ലാസ്സിൽ കർക്കിടക കഞ്ഞിയെപ്പറ്റി പറയും. അത് ഒരു പ്രധാനമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ നാട്ടിലെ സാധാരണ ഇപ്പോൾ ചെടികൾ മുളച്ചു. ഈ ചെടികളിൽ ഇഷ്ടം പോലെ ഔഷധങ്ങളുണ്ട്. ഔഷധ ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം മുത്തങ്ങ ഇല്ലാത്ത കഷായം ഇല്ല എന്ന് പറയുന്നത് പഴയ കാലത്ത്. മുത്തങ്ങ ഒരു ഔഷധമാണ്, തുമ്പ ഒരു ഔഷധമാണ്. ചിലതിൻ്റെ ഇല മാത്രമല്ല, പലതിൻ്റെ ഇല ഔഷധമാണ്. തുമ്പയുടെ ഇല, തുമ്പച്ചെടി, തുമ്പപ്പൂ മാത്രമല്ല തുമ്പച്ചെടി, നല്ലോണം താളിക്കാൻ പറ്റിയ താളിപ്പാണത് തുമ്പച്ചെടി. അങ്ങനെ പലതും ഉണ്ട് നമ്മളെ ഈ പരിസരത്തൊക്കെ. തഴുതാമ, തവര, തവര കണ്ടിട്ടില്ലേ? ഇഷ്ടം. തവര ഭയങ്കര കരുത്തുള്ള സാധനം. ഈ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് തവര കൊണ്ടൊക്കെ കറി വെച്ചതിന് കയ്യും കണക്കുമില്ല. ഓർമ്മയില്ല അതൊക്കെ? ഇഷ്ടംപോലെ തവര. അപ്പം ആ സാധനം തന്നെ നാട്ടിലില്ലാതെ. ഒരു നിഅമത്തിനെ ജനങ്ങൾ അവഗണിക്കുമ്പോൾ ആ നിഅമത്തിനെ അല്ലാഹു തആല പിൻവലിക്കും. ആ നിഅമത്തില്ലാതെയോ, ആ നിഅമത്തേ ഇല്ലാതെയോ. അതാണ് തവരയൊക്കെ ഇല്ലാതാകാൻ കാരണം. തവരയൊക്കെ ഇപ്പോൾ നാട്ടിലേ ഇല്ലാതെ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ നാച്ചുറൽ ഫുഡ്സിലേക്ക് നമ്മൾ മാറി. കർക്കിടക കഞ്ഞിയെക്കുറിച്ച് ഇന്നിപ്പോൾ ഇടവം 30, നാളെ പിന്നെ മിഥുനം തുടങ്ങും, കഴിഞ്ഞാൽ പിന്നെ കർക്കിടകമാണ്. അപ്പം മിഥുനം പകുതിയാകുന്നതിന് മുമ്പ് ഒരുപക്ഷെ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അതിനടുത്ത ക്ലാസ്സിൽ ഞാൻ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന വിധത്തെപ്പറ്റി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. പിന്നെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ പെണ്ണുങ്ങളൊന്ന് നടന്ന് നോക്കുക. ചെറിയ ഇലകളൊക്കെ ഉണ്ടാവും. ആ ഇലകളൊക്കെ കൊണ്ടുവന്ന് കറി വെച്ച് കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതാണ്. കഞ്ഞി വെള്ളത്തിലൊക്കെ കൂട്ടി കറി വെച്ച് നല്ല രസമുണ്ടാവും. നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ മതി, ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു കട്ട് ഊറ്റിക്കളയുക. രണ്ടാമത്തെ മനസ്സിലായില്ല, എന്തെങ്കിലും കട്ടുണ്ടാവും തോന്നുകയാണെങ്കിൽ ഒന്ന് ഊറ്റിക്കളയുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, തിളപ്പിക്കുക. അതൊന്ന് തൂമിച്ച് കൃത്യമാക്കിയാൽ അതൊക്കെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണങ്ങളുണ്ടാക്കുന്ന, പരിസരത്തൊക്കെ നമ്മളെ നാട്ടിലെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ചേന കഴിക്കാൻ, ഞാൻ പറഞ്ഞ ചേന ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. എന്ത് ചേന? ഒരുപാട് ഗുണം, പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളാണ് ചേനക്കുള്ളത്. ഒരു ഉദാഹരണം പറയാം, ചേന ഒരു ഉദാഹരണം, ചക്ക ഒരു ഉദാഹരണം. ചക്ക പഴം മാത്രമല്ല, എന്ത് ഇടിച്ചക്ക മുതൽ ഇടിച്ചക്ക, അതായത് ഇടിച്ചക്ക എന്ന് പറഞ്ഞ സാധനം വല്ലാത്ത, വയറ്റിൽ എന്ത് വൃത്തികേടുണ്ടെങ്കിലും ആ വൃത്തികേടിനെ ഇല്ലാതാക്കി കളയാൻ വലിയ കരുത്തുള്ള സാധനം ഇടിച്ചക്ക. അതിൻ്റെ മുകളിലത്തെ മുള്ള് മാത്രം ഉമ്മ കത്തിയോണ്ട് ഇങ്ങനെ ഒന്ന് നടത്തും. എന്നിട്ട് പിന്നെ അത് എന്ത് ചെയ്യുക, കൊത്തിക്കറച്ചിട്ട് അത് എന്ത് ചെയ്യും, അത് തോരനാക്കി വെക്കും. എന്താ അതിൻ്റെ രസം. അതേപോലത്തെ വളരെ നല്ല സാധനം ഇന്നിപ്പോൾ നമ്മുടെ നാട് ഏത് വീട്ടിലാണ് ഇപ്പോൾ വാഴ ഇല്ലാത്തത്? ഒരു അരേക്കർ ഉണ്ടെങ്കിലും ഒരു വാഴ ഉണ്ടല്ലോ. ഈ വാഴ, ഒരു വാഴ അല്ലെങ്കിൽ ഒരു വാഴ വീണുകൊണ്ടേയിരിക്കും. ഈ വാഴൻ്റെ ഉള്ളിലാണ് വാഴപ്പിണ്ടി, ഉണ്ണിപ്പിണ്ടി എന്ന് പറയും, ഉണ്ണിക്കാമ്പ് എന്ന് പറയും, ഉണ്ണിത്തണ്ട് എന്ന് പറയും. എന്താ അതിൻ്റെയൊക്കെ ഔഷധവീര്യം? എന്താണതിൻ്റെ ഔഷധവീര്യം? എന്താണതിൻ്റെ ഔഷധവീര്യം? എന്താണതിൻ്റെ ഗുണം? പക്ഷേ പെണ്ണുങ്ങൾ വെച്ചു കൊടുക്കൂല.
എൻ്റെ വീട്ടിലൊക്കെ 365 ദിവസവും ഉണ്ണിക്കാമ്പ് തിന്നണമെങ്കിൽ ഉണ്ണിക്കാമ്പ് ഉണ്ടാവും. കാരണം അങ്ങനെ വാഴ ഒടിഞ്ഞും തൂങ്ങി അങ്ങനെ കിടക്കും. പിന്നെ നമ്മൾ നിർബന്ധിക്കണം. അതേപോലെ തന്നെയാണ് വാഴൻ്റെ തട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്ത് വാഴത്തട്ട കൊല കഴിഞ്ഞിട്ടുണ്ടാകണ അത്. കൂമ്പ് അതിൻ്റെ വാഴത്തട്ട ഔഷധമാണത്. ഔഷധം എന്തിനൊക്കെ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, എല്ലാത്തിനും ഔഷധം. അത് മാത്രം കഴിക്കുക, അത് മാത്രം. ഇനി വേണമെങ്കിൽ ലേശം കറി കൊണ്ട് ഒഴിക്കുക, അത് മാത്രം. എന്താണ് അതിൻ്റെ രസം? ചോറുകൊണ്ട് ഒഴിവാക്കുക. ഇതെന്ത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല? ഇതൊക്കെ നമ്മളെ മുന്നിലുള്ള ഭക്ഷണങ്ങളല്ലേ? ഇഷ്ടം പോലെ അങ്ങാടിയിൽ വാങ്ങണ്ട, ഒന്നിട്ട് ഇറങ്ങി നടന്നാൽ മതി. അതിന് ഒരു വീട്ടുകാരോട് നിങ്ങളെ വീട്ടിൽ എനിക്ക് 10 സെൻറ്റേ ഉള്ളൂ, ഇല്ലെങ്കിൽ അത് വാഴ, അവിടെ വാഴ വീണ് കിടക്കുന്നുണ്ട്, ആ വാഴൻ്റെ എണ്ണിത്തട്ട ഞാൻ എണ്ണിക്കാമ്പ് എടുക്കട്ടെ. ആരാ വേണ്ടെന്നറിയാം? എത്ര എണ്ണിക്കാമ്പൊക്കെ ഉള്ളത്? ഞാൻ പറഞ്ഞത് 365 ദിവസവും വാഴൻ്റെ എണ്ണിക്കാമ്പ് എൻ്റെ പരിയിലുണ്ടാവും. ലുലുമാളെ കൊണ്ടുവച്ചാൽ വാങ്ങും, സത്യം. തോട്ടത്തിന് വാങ്ങൂല, തോട്ടത്തിന് എടുക്കൂല. അപ്പം ഇതൊക്കെ വളരെ നല്ല ഭക്ഷണങ്ങളാണ്. എന്തൊക്കെ എൻ്റെ വല്യമ്മ ഉമ്മയൊക്കെ പറയും, എൻ്റെ വയറ്റിൽ വല്ല മുടിയും പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിസർജിച്ച് പോകാൻ നല്ലതാണ്. എന്ത്? എണ്ണിക്കാമ്പ് കഴിക്കൽ. കാരണം എണ്ണിക്കാമ്പിൽ സ്വയം എന്തുണ്ട്? ഒരു തൊപ്പുണ്ടാവും, ഒരു നാരുണ്ടാവും. ആ നാര് വേസ്റ്റുകളെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടു തട്ടും. അപ്പം നമുക്ക് ആവശ്യമായ ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട്. നമ്മളതിനെ നിസ്സാരവൽക്കരിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബന അലൈക തവക്കൽനാ. ബാക്കി അടുത്ത ക്ലാസ്. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗല നിഅമൻ നസീർ. ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك. لقد دعوناك فأجبنا يا الله يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين. فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين. وقد أتينا بابك يا الله بثنائك بأنت خالق يا ذا الجلال. هذه الأمور كلها، هذه المنافع كلها وأنت خالقها يا ذا الجلال والإكرام. كن معنا حيث كنا ولا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم.